ൂർക്കിലായിരുന്നു. സൗദി അറേബ്യയിൽ അറബിയാണ് ഭാഷ, നമുക്കറിയാം. അറബ് ന്യൂസ് എന്നൊരു അറബിക് പത്രം വരുന്നുണ്ട്. അതിൻ്റെ ഉറുദു വേർഷൻ ഉണ്ട്, ഉറുദു ന്യൂസ്. സൗദി അറേബ്യയിൽ നിന്ന് ജിദ്ദയിലും ദമാമിലും ബുറൈദയിലും ഒക്കെ ഉറുദു ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അഞ്ജുമൻ തർക്കിയ ഉറുദു. സൗദി അറേബ്യയിൽ ഉറുദുവിൻ്റെ മുഷായറകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനി പോയറ്റ് ജമീലുദ്ദീൻ ആലി, ഇന്ത്യയിൽ മജ്രു സുൽത്താൻപുരി, ഇവർ രണ്ടുപേരും ആദരിച്ചുകൊണ്ടൊരു മുഷായറ ജിദ്ദയിൽ നടക്കുകയുണ്ടായി. ഈജിപ്ത് അറിവിൻ്റെ ഒരു കേന്ദ്രമായി നമ്മൾ കൈറോ യൂണിവേഴ്സിറ്റിയൊക്കെ അറിയപ്പെട്ടിരുന്ന കാഹിറ യൂണിവേഴ്സിറ്റിയിലും സുലൈമാൻ യൂണിവേഴ്സിറ്റിയിലും സിക്കന്ദരിയ യൂണിവേഴ്സിറ്റിയിലും ഈജിപ്തിൽ ഉറുദുവിന് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ബീജിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഉറുദു പഠിപ്പിക്കപ്പെടുന്നു. ഷൗർ എന്ന ഒരു പത്രം ചൈനയിൽ നിന്ന് ഇറങ്ങുന്നു. ഇഫ്തിഖാർ ആലം എന്ന് പറയുന്ന ഒരു ചൈനീസ് ഉറുദു പോയറ്റുണ്ട്. ദുബൈയിൽ ഡോക്ടർ സുബൈർ ഫാറൂഖി ഉറുദുവിൽ അറിയപ്പെടുന്ന, അറബിക്കിലും അറിയപ്പെടുന്ന ഒരു കവിയാണ്. ഒരു ഡിക്ഷണറി മീനിങ്, പ്രേയസിയോട് സംസാരിക്കുക, പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം. സാങ്കേതികമായി പറഞ്ഞാൽ പ്രേമകാവ്യം, പ്രണയഗീതം, ഭാവഗീതം എന്നൊക്കെ നമുക്ക് വിവക്ഷ നൽകാവുന്നതാണ്. ആദ്യകാലങ്ങളിൽ शुरू में गज़ल में सिर्फ प्यार और मोहब्बत की बातें बताई जाती थी, लेकिन आजकल हयात व मौत, फ़लसफ़ा, ज़िंदगी की परेशानियाँ, आस यास, सारे मज़ामीन ഗസൽ में ബയാൻ किए जाते हैं. ആദ്യകാലങ്ങളിൽ പ്രണയം മാത്രമായിരുന്നു ഗസലിൻ്റെ പ്രമേയം. എന്നാൽ ഇന്ന് വിരഹവും ദുഃഖവും സന്തോഷവും സന്താപവും ജീവിതവും മരണവും ദാർശനികതയും രാഷ്ട്രീയവും എല്ലാം ഗസലിന് പ്രമേയങ്ങളായി വരുന്നുണ്ട്. ഗസൽ പുസ്തകങ്ങളിൽ മഹ്ഫൂസായിരുന്നു. പക്ഷേ ഉസ്കോ അവാം കെ ദിലോം കി ധഡ്കൻ, സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ താളമാക്കി ഗസലിനെ മാറ്റിയത് ഗസൽ ആലാപനം നടത്തുന്ന വളരെ മഹത്തുക്കളായ ഗായകന്മാരായിരുന്നു. കുന്ദൻലാൽ സൈഗൾ തൊട്ട് അഖ്തരിബായി എന്ന ബീഗം അഖ്തർ, മെഹദി ഹസൻ, ഗുലാം അലി, പങ്കജ് ഉദാസ്, ജഗ്ജീത് സിംഗ്. അദ്ദേഹത്തെക്കുറിച്ച് ഗുൽസാർ പറഞ്ഞത് ഗസൽ ജീത് സിംഗ് എന്നാണ്. ഗസലുകളെ ജയിച്ച ജഗ്ജീത് സിംഗ്, ഗുലാം അലി, പങ്കജ് ഉദാസ്, അനൂപ് ജലോട്ട, പീനാസ് മസാനി, തലത് അസീസ് തുടങ്ങി ഒരു നീണ്ട പട്ടിക തന്നെ ഗസൽ പാടുന്നവർ. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ സ്വന്തം പാലക്കാട്ടുകാരനായ ഹരിഹരൻ തൊട്ട് ഇവിടെ ഡോക്ടർ ഷക്കീൽ അഹമ്മദ്, മാറൂഫ് രാജ്, ഷഹബാസ് അമൻ, ഉമ്പായി, കേരളത്തിൻ്റെ ഗസൽ നാദം എന്നറിയപ്പെടുന്ന ഉമ്പായി. ഡോക്ടർ ജോൺ എബ്രഹാമാണ് പറഞ്ഞത് കേരളത്തിൻ്റെ ഗസൽ നാദം, വഹി ഉമ്പായി. ഗസൽ ജിസ്നെ ഛേടി और सबको भाई, हमारा तुम्हारा है वो भाई, वही उसका नाम है ജനാബ് ഉമ്പായി. ആ ഉമ്പായിയും ഇബ്രാഹിം എന്ന പേരിലുള്ള കൊച്ചിക്കാരനായ ഇബ്രാഹിം എന്ന ഉമ്പായിയും, അങ്ങനെ ഒരുപാട് നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ ഇഷ്റത്ത് സബ തൊട്ട് സരിദ റഹ്മാൻ തൊട്ട് ഷഹനാസ് ബീഗം തൊട്ട് കേരളത്തിലെ കുട്ടികൾ ഒരുപാട് ഗസൽ പാടുന്നവരുണ്ട്. ഇവരൊക്കെ ഇന്ന് ഗസലിനെ ധന്യമാക്കിയിരിക്കുകയാണ്. ഗസൽ ഇന്ന് മലയാളത്തിലും വളരെ പ്രസിദ്ധമാണ്. ലോകത്തെ എല്ലാ ഭാഷകളിലും ഗസൽ രചിക്കുന്നുണ്ട്. യൂസുഫ് അലി കേച്ചേരിയുടെ ഗസൽ മാല തൊട്ട് മഴയും നിലാവും തുടങ്ങി ഒരുപാട് ആൽബങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഷഹബാസ് അമൻ്റെയും ഷക്കീൽ അഹമ്മദിൻ്റെയും ONVയുടെ കവിതകളും സച്ചിദാനന്ദൻ്റെ കവിതകളും ഒക്കെ ഗസൽ രൂപത്തിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദേശങ്ങളുടെ ഭാഷകളുടെ അതിർവരമ്പുകളില്ലാതെ സൗഹാർദ്ദത്തിൻ്റെ സമന്വയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു പുതിയ ആകാശം നമുക്ക് കാട്ടിത്തരുന്ന ഈ സംഗീത ശാഖയെ പരിചയപ്പെടുത്താൻ ഇവിടെ എനിക്ക് അവസരം നൽകിയ ഈ സ്കൂളിലെ മാനേജർ, ഇവിടുത്തെ ഉറുദു അധ്യാപകൻ മുസ്തഫ മാഷ്, പ്രിയ നിറഞ്ഞ ഉറുദു ക്ലബിൻ്റെ ഭാരവാഹികൾ, സംഗീത ക്ലബിൻ്റെ ഭാരവാഹികൾ, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.